നമ്മളിത് വേണ്ടിയിട്ട് നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ക്യാൻവ അതുപോലെ ഒരുപാട് തരത്തിലുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് CapCut എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ CapCut എന്ന ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ടുള്ള പോസ്റ്റർ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ്ലി AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ മേക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അധികം പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഹൈ ക്വാളിറ്റി ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അതിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസും നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ് സംസാരിക്കാൻ വേണ്ടി മൈ ചാനൽ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ VPN കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ CapCut എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ CapCut എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എക്സ്പാൻഡ് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. ഓക്കെ, മുകൾ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് എന്നൊരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് AI പോസ്റ്റർ എന്നുള്ള പുതിയൊരു ഫീച്ചർ ഒന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക, അതായത് അപ്ഡേറ്റഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കാണാം. ഓക്കെ, അതിനുശേഷം AI പോസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡായി വരുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് സാമ്പിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ്ഡ് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ സ്മാർട്ട് സ്ക്രിപ്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ സ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ജനറേറ്റീവ് AI ഒക്കെ നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ സംഭവം വെച്ച് അതുപോലെയുള്ള സംഭവമാണിതും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ഫോട്ടോ ആണോ വേണ്ടത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോസ്റ്ററാണോ വേണ്ടത്, അത് നിങ്ങളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്ററിൽ വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ക്ലോത്ത്സ് ഓൺ ഡിസ്കൗണ്ട് സെയിൽ. ഓക്കെ, ഓക്കെ, ഞാനിവിടെ 50% ക്ലോത്ത്സ് ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലോട്ട് ഒരു ക്ലോത്തിൻ്റെ പിക്ചർ ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കുറച്ച് സെറ്റിങ്സും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിന് മുന്നേ ഇത് ഓൾറെഡി ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോഡായതിന് ശേഷം നിങ്ങൾ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഒരുപാടുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ ഫോട്ടോ, അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. യൂട്യൂബ് തംബ്നെയിൽ വരെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചോദിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഏത് തരത്തിലാണ്, പ്രൊഡക്റ്റ് പ്രൊമോഷനാണോ, ട്രൈ ഓൺ ലുക്കാണോ, പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ആണോ, ബ്രാൻഡിങ് ആണോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എനി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. കാറ്റഗറി ക്ലോത്തിങ് ആൻഡ് ഷൂസ് എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജനറേറ്റ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ലോഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു സംഭവമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഹ്യൂജ് സെയിൽസ് ഓൺ ക്ലോത്ത്സ് ഷോപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് പാനൽ ലൈൻ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ജസ്റ്റ് ലോഡിങ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർ തീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ടെക്സ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം, സൈസ് ഏത് സൈസിലോട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് എന്ന ഭാഗമുണ്ട്. ഓക്കെ, ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ഓൾറെഡി ചെയ്യാം. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ നമുക്ക് വീണ്ടും പിന്നെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലേയേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സിംഗിൾ ലേയേഴ്സ് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കാം. ഓക്കെ, എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ. ഓക്കെ, എക്സ്പോർട്ടഡ് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവയിലൊന്നുമല്ല
ക്യാപ്കട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അതും AI-ൻ്റെ സഹായത്തോടു കൂടി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരുപാട് തരത്തിലുള്ള ക്യാപ്കട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ചാനൽ കയറി വയ്ക്കാൻ മതി. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാപ്കട്ട് ബേസ്ഡായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പഠിച്ച് വലിയപ്പോഴുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഡൗട്ടാണ് എങ്ങനെ ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്യാപ്കട്ട് iOS-ലായിക്കോട്ടെ ആൻഡ്രോയിഡിലായിക്കോട്ടെ രണ്ടിലായാലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാണാമെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടും കാര്യമൊക്കെ അവിടെ ശേഷം കഴിഞ്ഞാലും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിട്ടിലുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.